നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ലച്ചുവിനെ വീടിന് പുറത്തിറക്കാനുള്ള എന്റെ ജോലി ഇപ്പൊ എളുപ്പമായി. ലച്ചു നേരെ അവൾക്ക് വിരിച്ചിരിക്കുന്ന വലയിൽ ചെന്ന് വീഴാൻ പോവാ. എന്തായി കവിത കാര്യങ്ങൾ? അമ്മുവിന്റെ കാര്യത്തിൽ പ്രയാസങ്ങളൊന്നുമില്ല. കൃത്യം 11 കഴിയുമ്പോൾ അവൾ സ്വയം വീടിന് പുറത്തേക്ക് വരും. അല്ല, അവളോട് ഇറങ്ങിപ്പോകാൻ നീ പറഞ്ഞു? ഇതിനിടയിൽ ചില ഒത്തുകളികൾ സ്വാതി നടത്തുന്നുണ്ട്. അതല്ല, എനിക്ക് സഞ്ജുവിനും ലച്ചുവിന്റെ കാര്യത്തിൽ ചില തീരുമാനങ്ങളൊക്കെ ഉണ്ട്. തീരുമാനങ്ങളോ? അതെന്താ ഏതാന്നൊക്കെ പിന്നെ പറയാം. ഇപ്പൊ ലച്ചു പുറത്തേക്കൊന്ന് ചെല്ല്, ഗാർഡൻ അടുത്തേക്ക്. അവിടെ ലച്ചുവിനെ കാത്തൊരാൾ നിൽപ്പുണ്ട്. അതാരാ? ഗോവിന്ദ്. ഗോവിന്ദിന് അമ്മൂനോട് ചിലതൊക്കെ പറയാനുണ്ട്. എന്ത് കാര്യം? അതെന്താന്ന് ഗോവിന്ദ് പറയും. അമ്മ ചെല്ല്. ആ, അമ്മുവിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ എളുപ്പത്തിലായി. അവിടെ വെച്ച് ഞാൻ അയച്ചവർ അവളെ കടത്തിക്കോളും. പക്ഷേ അവള് സ്വയം ഇറങ്ങിപ്പോയെന്ന് വരുത്തി തീർക്കണം. അതിന് കഴിയില്ലല്ലോ. കഴിയും. ദേ, നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ എല്ലാം നടന്ന നീ അമ്മുവിന്റെ ബാഗും ഡ്രസ്സും റൂമിൽ നിന്ന് മാറ്റണം. ആ, അത് ഞാൻ ചെയ്തോളാം. ഞാൻ അയച്ച ആളുകൾ അവിടെ എത്തിക്കഴിഞ്ഞു. സഞ്ജു സ്വാതിയും എപ്പോഴേ പാല് കുടിച്ച് ഉറങ്ങിക്കാണും. നീ വെച്ചോ. ഇനി മംഗലശ്ശേരിയിൽ അരങ്ങേറാൻ പോകുന്നത് ശാന്തി മുഹൂർത്തമല്ല, അശാന്തി മുഹൂർത്തം. ഓ, രണ്ടും ഉറങ്ങിക്കാണും. അത്ര നല്ല മരുന്നാണല്ലോ പാലിന്റെ കൂടെ അകത്ത് പോയിരിക്കുന്നത്. വേദനിക്കാതെ ഈ ഉറക്കത്തിലൂടെ രണ്ടും ഈ ലോകം വിട്ടു പോവുകയാണല്ലോ. വേദനയില്ലാത്ത മരണം നിനക്കും നിന്റെ പെണ്ണിനും ഞാൻ തന്നില്ലടാ മോനെ.
ശോ, അതിന് അപ്പച്ചിയോടൊരു നന്ദി വാക്ക് പോലും പറയാതെയാണല്ലോടാ നീ നിന്റെ പെണ്ണിനെയും കൊണ്ട് പോന്ന്. സാരമില്ല, അപ്പച്ചി അത് ക്ഷമിച്ചു. അച്ഛന്റെ വിധി തന്നെ നിനക്കും ഞാൻ തന്നു. ഇനിയുള്ളത് നിന്റെ അമ്മ. നിന്റെ പിന്നാലെ അവളും വരും. എന്തായാലും ലച്ചു ജീവനോടെ ഇരിക്കുമ്പോ കവിത ചേച്ചിയുടെ ഒരാഗ്രഹവും സാധിക്കില്ല. എന്റെ ചേച്ചിക്കും ചേച്ചിയുടെ രാജകുമാരനും ഒരു ജീവിതം ഉണ്ടായി കാണാൻ വേണ്ടിയാണ് ഞാൻ ഇതുവരെ ജീവിച്ചത്. അവർക്ക് എന്തെങ്കിലും സംഭവിച്ച എന്റെ ജീവിതത്തിന് ഒരർത്ഥമില്ലാതായി പോവില്ലേ? ദൈവമേ, പാലിൽ കവിതേച്ചി വിഷം ചേർക്കാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.